നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുദ്ധമുള്ള ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ആദാമിനോട് കൽപ്പിച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക, നന്മ തിന്മകളുടെ അറിവിൻ വൃക്ഷത്തിൽ നിന്നും നീ തിന്നരുത്. എന്തെന്നാൽ അതിൽ നിന്ന് തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവമായ കർത്താവ് ആദാമിന് കൊടുക്കുന്ന ഒരു വലിയ കൽപ്പനയെക്കുറിച്ചാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നീ എന്തു വേണമെങ്കിലും ആ തോട്ടത്തിൽ നിന്നും പറിച്ച് ഭക്ഷിക്കുവാൻ തക്കവണ്ണം നിനക്ക് ദൈവം അനുവാദം തരികയാണ്. എന്നാൽ ഒരേ ഒരു വൃക്ഷത്തിൽ നിന്നും നീ ഭക്ഷിക്കരുത് എന്ന് ആദാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. വെറും 2 പേർ മാത്രമുള്ള വലിയൊരു തോട്ടത്തിൻ്റെ ഉടമസ്ഥരാണ് വാസ്തവത്തിൽ ആദാമും ഹവ്വായും. ഇത്രയും വലിയ ഒരു തോട്ടത്തിൻ്റെ ഉടമയായിട്ടും അവൻ്റെ ശ്രദ്ധ ഏറെ കടന്നു ചെന്നത് നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് അവനോട് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്കായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും, ആൻ്റണി ഡെമെല്ലോയുടെ പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു കഥാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കഥയുണ്ട്. പ്രായം ചെന്ന ഒരു മനുഷ്യന് പുരാവസ്തുക്കളും അപൂർവ വസ്തുക്കളും വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ അവിടെ ചെന്നിട്ട് ആ കടയിലെ ഏറ്റവും അപൂർവവും ശ്രേഷ്ഠവുമായ വസ്തു എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം കടയുടമ എല്ലാം പരിശോധിച്ചിട്ട് തിരിച്ച് വന്ന് പറഞ്ഞു, ഇവിടെയുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു ഞാൻ തന്നെ ആണ് എന്ന്. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതൊരു കഥയായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കഥ നമ്മളോട് പറഞ്ഞു തരുന്ന ചില സാരാംശങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടെ വിൽക്കുവാൻ വച്ചിരിക്കുന്ന ശ്രേഷ്ഠതരമായിരിക്കുന്ന പുരാവസ്തുക്കൾ ഏറെയായിട്ടും അതിൻ്റെ ശ്രേഷ്ഠതയൊന്നും മനസ്സിലാക്കാതെ ഞാൻ എന്ന ചിന്ത, എൻ്റേത് എന്ന ചിന്ത, ഞാനാണ് വലിയതെന്ന ചിന്ത അവനിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഇരുന്ന മറ്റേതിനേക്കാളും ശ്രേഷ്ഠതരമായി അവന് തോന്നിയത് ഞാൻ തന്നെ ആണ് എന്നുള്ളതാണ്. സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ ദൈവം ശ്രേഷ്ഠതരമായാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് സത്യമാണ്. എങ്കിൽ തന്നെയും ദൈവം പറഞ്ഞ വിലക്കുകളെ അത് വിലക്കുകളായി നാം ഏറ്റെടുക്കുകയും അതിനെ ശ്രേഷ്ഠതയോടെ പരിപാലിക്കുവാൻ നാം കടപ്പെട്ടവരുമാണ് എന്ന ചിന്ത നമ്മിൽ മാറിപ്പോകുമ്പോൾ, നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ പലപ്പോഴും നാം ദൈവഹിതത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവരായി മാറിപ്പോവുകയാണ്. തെറ്റായ ശ്രദ്ധ ആണ് പലപ്പോഴും പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. പാപം പലപ്പോഴും നമ്മെ സംബന്ധിച്ചൊരു വലിയ കലാപമായി നമുക്ക് തോന്നുക സാധാരണമല്ല. അത് പലപ്പോഴും ശ്രദ്ധ തെറ്റിപ്പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ എവിടെയാണോ കൊടുക്കേണ്ടത്, ആ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും അനാവശ്യമായിരിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാനും നമ്മുടെ ആത്മീയ മരണമുണ്ടാകുവാൻ ഇടയാകുകയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. യേശുവിനോട് കൂടെ നടന്നതായ യൂദായിക്ക് സംഭവിച്ചതും ഒരു പക്ഷേങ്കിൽ ഈ ശ്രദ്ധ മാറിപ്പോയത് തന്നെയല്ലേ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഏദൻ തോട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലെ കലവറകൾ. അത് നമ്മുടെ കുടുംബജീവിതമായിക്കൊള്ളട്ടെ, നമ്മുടെ ഭവനമായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ, ജോലിയായിക്കൊള്ളട്ടെ, ജോലി സ്ഥലമായിക്കൊള്ളട്ടെ, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു മേഖലയായിക്കൊള്ളട്ടെ, ആ മേഖലയാണ് നമ്മളെ സംബന്ധിച്ച് ദൈവം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ഏദൻ തോട്ടത്തിൻ്റെ നമുക്ക് അനുഭവിക്കുവാനുള്ള, നമുക്ക് അവകാശമുള്ളതായിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. അതിൽ നിന്നും നാം ശ്രദ്ധ മാറി മറ്റൊന്നിലേക്ക് നാം ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ അത് അശ്രദ്ധയാകാം, ശ്രദ്ധയിൽ നിന്നും വിട്ടുപോകലാകാം, അത് പാപത്തിലേക്ക് കണ്ണൂന്നതാകാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ ഈസ്റ്ററിൻ്റെ ആ വലിയ പെരുന്നാൾ ആഘോഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതുഞായറാഴ്ചയുടെ സന്തോഷവും പേറി നിൽക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ
തന്നെ നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഒരു ഏദൻ തോട്ടമുണ്ട്. അത് നമുക്കായി മാത്രം തന്നിരിക്കുന്നതാണ്. എന്നാൽ ദൈവം തന്നെ പറയുകയാണ്, ചില വൃക്ഷം അവിടെ ഉണ്ട്. ആ വൃക്ഷം നമുക്ക് കയറുവാനുള്ളതല്ല, നമുക്ക് നോക്കുവാനുള്ളതല്ല, നമുക്ക് ഭക്ഷിപ്പാനുള്ളതല്ല. അതിൻ്റെ ഫലം ഒരുപക്ഷെ മരണത്തിലേക്ക് നമ്മെ നയിച്ചേക്കാം. ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മോട് കൽപ്പിക്കപ്പെട്ട് നമുക്കായി വേർതിരിച്ച് തന്നിരിക്കുന്നതായ ആ അനുഗ്രഹിക്കപ്പെട്ട താലന്തുകളെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സന്തോഷകരമായി ദൈവത്തിൽ ശ്രദ്ധയൂന്നി ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന